1955 ബി ആർ അംബേദ്കർ ഒരു സംഘടനയുണ്ടാക്കി. അതാണ് ഭാരതീയ ബുദ്ധ മഹാസഭ. ഭാരതീയ ബുദ്ധ മഹാസഭ ആരംഭിച്ച വ്യക്തി ബി ആർ അംബേദ്കർ. ഭാരതീയ ബുദ്ധ മഹാസഭ ആരംഭിച്ച വ്യക്തി ബി ആർ അംബേദ്കർ 1955. അപ്പോൾ 1955 ഭാരതീയ ബുദ്ധ മഹാസഭ ആരംഭിച്ചതാരേ? ബി ആർ അംബേദ്കർ. 1955 ഭാരതീയ ബുദ്ധ മഹാസഭ ആരംഭിച്ചു ബി ആർ അംബേദ്കർ. 1955 ഭാരതീയ ബുദ്ധ മഹാസഭ ആരംഭിച്ചു. 1956 ഏതാണ്ട് 5 ലക്ഷം അനുയായികൾക്കൊപ്പം നാഗ്പൂരിൽ വച്ച് ബുദ്ധമതം സ്വീകരിച്ചു. 5 ലക്ഷം അനുയായികൾക്കൊപ്പം 1956 നാഗ്പൂരിൽ വെച്ച് ബുദ്ധമതം സ്വീകരിച്ചു. അപ്പം മറക്കണ്ട, എവിടെ വച്ചാണ് മനുസ്മൃതി കത്തിച്ചതെന്ന് ചോദിച്ചാൽ നാഗ്പൂരിൽ വെച്ചാണ്. അംബേദ്കർ എവിടെ വെച്ചാണ് ബുദ്ധമതം സ്വീകരിച്ചത്? അതും നാഗ്പൂരിൽ വെച്ചാണ്. 1956 5 ലക്ഷത്തോളം പിന്നോക്ക ജാതിക്കാരായിട്ടുള്ള ഹിന്ദുക്കളെ ബുദ്ധമതത്തിലേക്ക് മതപരിവർത്തനം നടത്തിക്കൊണ്ടാണ് ആ പോരാട്ടം അദ്ദേഹം നടത്തിയത്. 1956 ബുദ്ധമതം സ്വീകരിച്ചു നാഗ്പൂരിൽ വെച്ച്. 1956 ഡിസംബർ 6 1956 ഒടുവിലേക്ക് എത്തുമ്പോൾ 1956 ഡിസംബർ 6 അദ്ദേഹം അന്തരിച്ചു. 1956 ഡിസംബർ 6 ബി ആർ അംബേദ്കർ അന്തരിക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടതിൻ്റെ 10 വർഷം തികയുമ്പോൾ 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. ആ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടതിൻ്റെ 10ാം വാർഷികത്തിൻ്റെ അന്ന് 1956 ഡിസംബർ 6 ബി ആർ അംബേദ്കർ അന്തരിച്ചു. അങ്ങനെ ബി ആർ അംബേദ്കർ അന്തരിച്ച ഡിസംബർ 6 മഹാപരിനിർവാൺ ദിവസായി ആചരിക്കുന്നു. മഹാപരിനിർവാൺ ദിവസായി ആചരിക്കുന്നതെന്ന് ഡിസംബർ 6 മഹാപരിനിർവാൺ ദിവസായി ആചരിക്കുന്നത് ആരുടെ ചരമദിനം? ബി ആർ അംബേദ്കറിൻ്റെ ചരമദിനം. 1986 ഡിസംബർ 6 ബി ആർ അംബേദ്കർ അന്തരിക്കുന്നു. ബി ആർ അംബേദ്കറിൻ്റെ ചരമദിനമായ ഡിസംബർ 6 മഹാപരിനിർവാൺ ദിവസമായി ആചരിക്കുന്നു. മഹാപരിനിർവാൺ ദിവസമായി ആചരിക്കുന്നതെന്ന് ഡിസംബർ 6 അങ്ങനെ മരിച്ചു കഴിഞ്ഞ് അന്തരിച്ച ഇദ്ദേഹത്തിനെ ഇവിടെ അടക്കം ചെയ്യുന്നു. അടക്കം ചെയ്യുമ്പോൾ അവിടെ ഒരു സമാധി സ്ഥലം ഉണ്ടാകുമല്ലോ. ആ സമാധി സ്ഥലത്തിൻ്റെ പേരാണ് ചൈത്യഭൂമി. അംബേദ്കറിൻ്റെ സമാധി സ്ഥലത്തിൻ്റെ പേര് ചൈത്യഭൂമി അഥവാ ചൈതന്യഭൂമി. ചൈത്യഭൂമി അഥവാ ചൈതന്യഭൂമി എന്നാണ് അംബേദ്കറിൻ്റെ സമാധി സ്ഥലം അറിയപ്പെടുന്നത്. ചൈത്യഭൂമി അഥവാ ചൈതന്യഭൂമി. അങ്ങനെ 1956 അദ്ദേഹം മരണപ്പെടുന്നു. ഓർക്കൂ, ജന്മദിനം ഇന്ത്യയിലെ ജലദിനമാണ്, ചരമദിനം മഹാപരിനിർവാൺ ദിവസമാണ്. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ജന്മദിനവും ചരമദിനവും നമ്മൾ ആചരിക്കുന്നതിന് കാരണം അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി, പിന്നോക്ക ജാതിക്കാരന് വേണ്ടി ജീവിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മരിച്ചു കഴിയുമ്പോൾ ആദരവുകൾ വാരിക്കോരി കൊടുക്കും. അത് ഏതൊരു മനുഷ്യനും അങ്ങനെ തന്നെയാണല്ലോ. 56 അംബേദ്കർ മരണപ്പെടുന്നതിനെ തുടർന്ന് 34 വർഷമായപ്പോൾ അംബേദ്കറിന് ഒരു ആദരവ് കിട്ടി. 1990 34 കൊല്ലമായപ്പോൾ ആദരവ് കിട്ടി. ഭാരതരത്നം നൽകി ആദരിച്ചു. ഭാരതരത്നം. അപ്പോൾ അംബേദ്കറിന് ഭാരതരത്നം ലഭിച്ച വർഷം 1990. 1990 ഭാരതരത്നം നേടിയ മറ്റൊരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്ത്യക്കാരനല്ല, വിദേശിയായിട്ടുള്ള വ്യക്തി നെൽസൺ മണ്ടേലയാണ്. 1990 അംബേദ്കർക്കും നെൽസൺ മണ്ടേലയ്ക്കും ഭാരതരത്നം കിട്ടി. നമ്മൾ വേണമെങ്കിൽ ഓർത്തു വെച്ചോ, അംബേ 90 മണ്ടന്മാർ. അംബേദ്കർക്കും മണ്ടേലയ്ക്കും ഭാരതരത്നം കിട്ടിയത് 1990. 1990 അംബേദ്കർക്കും നെൽസൺ മണ്ടേലയ്ക്കും ഭാരതരത്നം കിട്ടി. ആദരവുകൾ നിൽക്കുന്നില്ല, ആദരവുകൾ വീണ്ടും കിട്ടുന്നു. 1990 ഭാരതരത്നം കൊടുത്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ 125ാം ജന്മദിനം വരുന്നു. 125ാം ജന്മവാർഷികമല്ല, 1891 അംബേദ്കർ ജനിക്കുന്നത്. 125ാം ജന്മദിനം എന്നാണ് 2015.
2015 125-ാം ജന്മദിനത്തോടനുബന്ധിച്ച് 125 രൂപയുടെയും 10 രൂപയുടെയും നാണയത്തുട്ടുകൾ അച്ചടിച്ചിറക്കി. എന്നാണ് 2015 125-ാം ജന്മദിനത്തോടനുബന്ധിച്ച് 125 രൂപയുടെയും 10 രൂപയുടെയും നാണയത്തുട്ടുകൾ അച്ചടിച്ചിറക്കി. ഇപ്പം ചോദിക്കാം, 2015 ആരുടെ 125-ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് 125 രൂപയുടെ നാണയത്തുട്ട് അച്ചടിച്ചിറക്കിയത്? അംബേദ്കറിൻ്റെ. ഇപ്പം 2015 അംബേദ്കറിൻ്റെ 125-ാം ജന്മദിനത്തോടനുബന്ധിച്ച് 10 രൂപയുടെയും 125 രൂപയുടെയും നാണയത്തുട്ടുകൾ അച്ചടിച്ചിറക്കി. 2015 അതായത് 125-ാം ജന്മദിനം രാഷ്ട്രീയ സമരസ്ഥ ദിനമായി ആചരിച്ചു. എന്ത് ദിനം? രാഷ്ട്രീയ സമരസ്ഥ ദിനം. രാഷ്ട്രീയ സമരസ്ഥ ദിനമായി ആചരിച്ചു. 125-ാം ജന്മദിനം രാഷ്ട്രീയ സമരസ്ഥ ദിനമായി ആചരിച്ചു. അപ്പം 2015 125-ാം ജന്മദിനം വരുന്നത്. ആ 125-ാം ജന്മദിനത്തിൽ 125 രൂപയുടെയും 10 രൂപയുടെയും നാണയത്തുട്ടുകൾ അച്ചടിച്ചിറക്കി. അതോടൊപ്പം 125-ാം ജന്മദിനം രാഷ്ട്രീയ സമരസ്ഥ ദിനമായി ആചരിച്ചു. അപ്പോൾ ചോദിക്കാം, രാഷ്ട്രീയ സമരസ്ഥ ദിനമായി ആചരിച്ച വർഷമേത്? 2015. ഒന്നുകൂടെ പറയട്ടെ. 1955 ഭാരതീയ ബുദ്ധമഹാസഭ ആരംഭിച്ചു. 1956 ബുദ്ധമതം സ്വീകരിച്ചു. 5 ലക്ഷം അനുയായികൾക്കൊപ്പം നാഗ്പൂരിൽ വെച്ച് ബുദ്ധമതം സ്വീകരിച്ചു. 1956 ഡിസംബർ 6 അന്തരിച്ചു. അദ്ദേഹം അന്തരിച്ച ഡിസംബർ 6 മഹാപരിനിർവാൺ ദിവസമായി ആചരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലം ചൈത്യഭൂമി അഥവാ ചൈതന്യഭൂമി എന്നറിയപ്പെടുന്നു. 1990 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചു. ഭാരതരത്നം ഇതേ കാലയളവിൽ നേടിയ മറ്റൊരു വ്യക്തിയാണ് നെൽസൺ മണ്ടേല. ഓർക്കാൻ അംബേ 90 മണ്ടന്മാർ എന്ന് ഓർത്തു വെച്ചു. അംബേ 90 മണ്ടന്മാർ. അംബേദ്കർക്കും മണ്ടേലയ്ക്കും ഭാരതരത്നം കിട്ടിയത് 90-ലാണ്. 2015 125-ാം ജന്മദിനത്തോടനുബന്ധിച്ച് 10 രൂപയുടെയും 125 രൂപയുടെയും നാണയത്തുട്ടുകൾ അച്ചടിച്ചിറക്കി. അത് 2015-ലാണ്. ഈ 2015-ലെ 125-ാം ജന്മദിനം രാഷ്ട്രീയ സമരസ്ഥ ദിനമായി ആചരിക്കുന്നു. 125-ാം ജന്മദിനം 2015 ആചരിച്ച. അപ്പം ചിലപ്പോൾ ചോദിക്കാം, രാഷ്ട്രീയ സമരസ്ഥ ദിനമായി ആചരിച്ച വർഷം ഏത്? 2015. ഇനി ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്ഥാപനമുണ്ട്, ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ഹൗസ് മെമ്മോറിയൽ. അംബേദ്കർ ഹൗസ് മെമ്മോറിയൽ ഇത് സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിലാണ്. അപ്പം ചിലപ്പോൾ ചോദിക്കാം, ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ഹൗസ് മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലണ്ടനിലാണ് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ഹൗസ് മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിലാണ്. ഇനി ഒരൊറ്റ ചോദ്യം കൂടെ ഉള്ളൂ. അംബേദ്കറിനെ ജനങ്ങൾ ആദരവോടുകൂടി വിളിക്കുന്ന പേരാണ് ബാബാ സാഹിബ്. ആ ബാബാ സാഹിബ് എന്ന പേരിൽ അംബേദ്കറിൻ്റെ ഒരു സിനിമയുണ്ട്. ആ ബാബാ സാഹിബ് സിനിമയുടെ സംവിധായകന്റെ പേരെന്ത്? ജബാർ പട്ടേൽ. ബാബാ സാഹിബ് സിനിമയുടെ സംവിധായകന്റെ പേര് ജബാർ പട്ടേൽ. ബാബാ സാഹിബ് സിനിമയുടെ സംവിധായകന്റെ പേര് ജബാർ പട്ടേൽ. മറക്കല്ലേ, ബാബാ സാഹിബ് സിനിമയുടെ സംവിധായകന്റെ പേര് ജബാർ പട്ടേൽ. ബാബാ സാഹിബ് സിനിമയിൽ അംബേദ്കറിന്റെ വേഷം ചെയ്ത നടന്റെ പേര് മമ്മൂട്ടി. ബാബാ സാഹിബ് സിനിമയിൽ അംബേദ്കറിന്റെ വേഷം ചെയ്ത നടന്റെ പേര് മമ്മൂട്ടി. അപ്പം എന്താ പറഞ്ഞേ? ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ഹൗസ് മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിലാണ്. ബാബാ സാഹിബ് സിനിമയുടെ സംവിധായകൻ ജബാർ പട്ടേലാണ്. ബാബാ സാഹിബ് സിനിമയിൽ അംബേദ്കറിന്റെ വേഷം ചെയ്ത വ്യക്തി മമ്മൂട്ടിയാണ്. ഇനി ഇത്രയും കാര്യങ്ങളാണ് അംബേദ്കറുമായി ബന്ധപ്പെട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ ഒരു വട്ടം കൂടെ പറയട്ടെ. ആദ്യം തൊട്ട് അവസാനം വരെ പറയാണ്, ശ്രദ്ധിക്കുക. 1891 ഏപ്രിൽ 14 മധ്യപ്രദേശിലെ മോവ് എന്ന ഗ്രാമത്തിലാണ് BR അംബേദ്കർ ജനിച്ചത്. 2017 മുതൽ ഏപ്രിൽ 14 ദേശീയ ജലദിനമായി ആചരിക്കുന്നു. അന്തർദേശീയ ദിനങ്ങൾ മാർച്ച് 21 വനദിനമാണ്, മാർച്ച് 22 ജലദിനം, മാർച്ച് 23 കാലാവസ്ഥ ദിനം, മാർച്ച് 24 ക്ഷയരോഗ നിവാരണ ദിനം. ഇദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം ഭീംറാവു അംബ വഡേദ്കർ എന്നാണ്.
ജനങ്ങൾ ഇദ്ദേഹത്തെ ആദരവോടുകൂടി വിളിക്കുന്ന പേരാണ് ജയ് ഭീം. മറ്റൊരു പേര് ആദരണീയനായ പിതാവ് എന്നർത്ഥമുള്ള ബാബാ സാഹേബ് എന്ന പേരാണ്. ഇനി നമുക്കറിയാവുന്ന പേരാണ് ഭരണഘടനയുടെ പിതാവ്, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി, ആധുനിക ബുദ്ധൻ, അഭിനവ ബുദ്ധൻ, ആധുനിക മനു എന്നിങ്ങനെ അറിയപ്പെടുന്നു. 1927 ഡിസംബർ 25 ജാതി വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്ന മനുസ്മൃതി എന്ന പുസ്തകം നാഗ്പൂരിൽ വെച്ച് പരസ്യമായി കത്തിച്ചു. ആ ഡിസംബർ 25 മനുസ്മൃതി ദഹൻ ദിവസമായി ആചരിക്കുന്നു. 1936 ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി എന്ന പാർട്ടി ഉണ്ടാക്കി. 1942 ആൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്ന സംഘടന ആരംഭിച്ചു. 1945 അംബേദ്കർ പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന സംഘടന ആരംഭിച്ചു. പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന സംഘടന ആരംഭിച്ചു. മഗർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ, ബഹിഷ്കൃത ഹിതകാരിണി സഭയുടെ സ്ഥാപകൻ, മൂകനായക് എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ സ്ഥാപകൻ, ബഹിഷ്കൃത ഭാരത് എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ സ്ഥാപകൻ. അപ്പോൾ ഏതൊക്കെ പ്രസിദ്ധീകരണങ്ങൾ? മൂകനായക്, ബഹിഷ്കൃത ഭാരത്, ഇതൊക്കെയാണ് പ്രസിദ്ധീകരണങ്ങൾ. പിന്നീട് നമ്മൾ പറഞ്ഞത് ഹിന്ദു കോഡ് ബിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച മന്ത്രി BR അംബേദ്കർ. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ലേബർ മെമ്പറായിരുന്ന ഇന്ത്യക്കാരൻ BR അംബേദ്കർ. ലണ്ടനിൽ വെച്ച് നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും 1930, 31, 32 പങ്കെടുത്ത ഇന്ത്യക്കാരൻ BR അംബേദ്കർ. മറ്റൊരു ഇന്ത്യക്കാരൻ തേജ് ബഹദൂർ സപ്രു. 3 വർഷങ്ങളുടെയും പ്രത്യേകത ഉഗുനി, 30 ഉപ്പ് സത്യാഗ്രഹം, 31 ഗുരുവായൂർ സത്യാഗ്രഹം, 32 നിവർത്തന പ്രക്ഷോഭം. മഹാത്മാഗാന്ധി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം 31 രണ്ടാം വട്ടമേശ സമ്മേളനം. 1932 സെപ്റ്റംബർ 24 പൂന കരാറിൽ മദൻ മോഹൻ മാളവ്യയുമായി പൂന കരാറിൽ ഒപ്പുവെച്ചു. പ്രധാനപ്പെട്ട കൃതികൾ: കാസ്റ്റ് ഇൻ ഇന്ത്യ, അന്നിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ദ അൺടച്ചബിൾസ്, ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ, ബുദ്ധ ഓർ കാൾ മാർക്സ്, ഹൂ വെയർ ശൂദ്രാസ്, പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. ആത്മകഥയുടെ പേര് വെയിറ്റിംഗ് ഫോർ എ വിസ. പ്രധാനപ്പെട്ട കമൻറ്റുകൾ: ഞാനൊരു ഹിന്ദുവായി ജനിച്ച് മരിക്കുന്നത് ഹിന്ദുവായല്ല, കാളയെപ്പോലെ പണിയെടുക്കൂ, സന്യാസിയെപ്പോലെ ജീവിക്കൂ. ഇന്നലെ വരെ ഇന്ത്യയുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നമുക്ക് പഴി പറയാൻ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. ഇന്നു മുതൽ നമ്മുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നാം നമ്മെ തന്നെയാണ് പഴി പറയേണ്ടത്. മഹാത്മാഗാന്ധി അംബേദ്കറെ കുറിച്ച് പറഞ്ഞ കമൻ്റാണ് ചരിത്രത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മനുഷ്യൻ. പിന്നീട് 1955 ഭാരതീയ ബുദ്ധ മഹാസഭ ആരംഭിച്ചു. 1956 മരിക്കുന്ന അതേ വർഷം 5 ലക്ഷത്തോളം അനുയായികൾക്കൊപ്പം നാഗ്പൂരിൽ വെച്ച് ബുദ്ധമതം സ്വീകരിച്ചു. 1956 ഡിസംബർ 6 അന്തരിച്ചു. ഡിസംബർ 6 മഹാപരിനിർവാൺ ദിവസമായി ആചരിക്കുന്നു. സമാധി സ്ഥലം ചൈത്യഭൂമി അഥവാ ചൈതന്യഭൂമി. 1990 ഭാരതരത്നം ലഭിച്ചു. 1990 ഭാരതരത്നം നേടിയ മറ്റൊരു വ്യക്തി നെൽസൺ മണ്ടേല. 2015 125ാം ജന്മദിനത്തോടനുബന്ധിച്ച് 10 രൂപയുടെയും 125 രൂപയുടെയും നാണയത്തുട്ടുകൾ അച്ചടിച്ചിറക്കി. വർഷം 2015. ഈ 2015 രാഷ്ട്രീയ സമരസ്ഥ ദിനമായി ആചരിച്ചു. രാഷ്ട്രീയ സമരസ്ഥ ദിനമായി ആചരിച്ച വർഷം 2015. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ഹൗസ് മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? നാഗ്പൂരിലല്ല, ലണ്ടനിലാണ്. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ഹൗസ് മെമ്മോറിയൽ ലണ്ടനിൽ സ്ഥിതി ചെയ്യുന്നു. ഒടുവിലായി ബാബാ സാഹിബ് സിനിമയുടെ സംവിധായകൻ്റെ പേര് ജബാർ പട്ടേൽ. ബാബാ സാഹിബ് സിനിമ സംവിധായകൻ്റെ പേര് ജബാർ പട്ടേൽ. ബാബാ സാഹിബ് സിനിമയിൽ അംബേദ്കറിൻ്റെ വേഷം അഭിനയിച്ച നടൻ്റെ പേര് മമ്മൂട്ടി. ഇത്രയും കാര്യങ്ങളാണ് അംബേദ്കറുമായി ബന്ധപ്പെട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ചാണ്. ഭരണഘടനാ നിർമ്മാണ സഭ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിൻ്റെ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്ന നിലയ്ക്ക് നമ്മൾ അറിയേണ്ടതാണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം പറയട്ടെ, 1945 ജൂൺ മാസം
14-ാം തീയതി ഇന്ത്യയിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്ന വേവൽ പ്രഭു ഒരു പ്ലാൻ അവതരിപ്പിക്കുന്നു. ആ പ്ലാൻ്റെ പേരാണ് വേവൽ പ്ലാൻ. 1945 ജൂൺ 14 വേവൽ പ്രഭു അവതരിപ്പിച്ച പ്ലാൻ്റെ പേരാണ് വേവൽ പ്ലാൻ. എന്തുകൊണ്ട് നമ്മളിതിവിടെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വെച്ച പ്ലാനാണ് വേവൽ പ്ലാൻ. അങ്ങനെ ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വെച്ച പ്ലാനാണ് 1945 വേവൽ പ്ലാൻ. അതുകൊണ്ട് നമ്മൾ അറിയണം വേവൽ പ്ലാൻ എന്നാണ് വേവൽ പ്ലാൻ അവതരിപ്പിക്കപ്പെട്ടത്. 1945 ജൂൺ 14. എന്താണ് വേവൽ പ്ലാനിൻ്റെ പ്രത്യേകത? ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വെച്ച പ്ലാൻ അത് വേവൽ പ്ലാനാണ്. അപ്പോൾ ചോദ്യം ഇങ്ങനെ വരാം, ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരനാരാണ്? എം.എൻ. റോയ്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വെച്ച പ്ലാൻ വേവൽ പ്ലാനാണ്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ എം.എൻ. റോയിയാണ്. എം.എൻ. റോയ് 1927 ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെയാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെ 1927 ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെയാണ് എം.എൻ. റോയ് ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഒരു ഭരണഘടന ആവശ്യം ആണ് എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഓർക്കുക, ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന പ്ലാൻ ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി അത് വേവൽ പ്രഭുവാണ്. ആ പ്ലാൻ്റെ പേര് വേവൽ പ്ലാനാണ്. അത് അവതരിപ്പിക്കപ്പെട്ടത് 1945 ജൂൺ 14 എന്നാൽ ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന നിർദ്ദേശം ഇതിനു മുന്നേ ഒരു ഇന്ത്യക്കാരൻ പറഞ്ഞു വെച്ചു. 1927 എം.എൻ. റോയ്, ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് നമുക്ക് പറയാം എം.എൻ. റോയ്. 1927 ആ എം.എൻ. റോയ് ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെ പറഞ്ഞു വെച്ചു ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണം എന്നുള്ളത്. അപ്പോൾ ആ എം.എൻ. റോയിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. എം.എൻ. റോയിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് പറയട്ടെ, അറിവിലേക്കായി പറയണം. എം.എൻ. റോയിയെക്കുറിച്ച് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച എം.എൻ. റോയിയുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റുകൾ. ഒന്നാമത്തെ കാര്യം, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത ആദ്യത്തെ ഇന്ത്യൻ നേതാവ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത ഇന്ത്യക്കാരൻ. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത ഇന്ത്യക്കാരൻ. എന്താ ഈ പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ രാജ്യത്തെ മൊത്തത്തിലുള്ള സമ്മേളനത്തെ പറയുന്ന പേരാണ് പാർട്ടി കോൺഗ്രസ്. ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ട്. ഇതിനൊക്കെ ഇന്ത്യയിൽ മൊത്തത്തിലുള്ള സമ്മേളനങ്ങളുണ്ട്. അതിനെ വിളിക്കുന്ന പേര് പാർട്ടി കോൺഗ്രസ് എന്നാണ്. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം അതറിയപ്പെടുന്ന പേര് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ്. ആ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസിൽ പങ്കെടുത്ത ഇന്ത്യക്കാരനാണ് എം.എൻ. റോയ്. അടുത്തെന്താ പറയാൻ വേണ്ടി വരുന്നത്? ലോകത്ത് മൊത്തമുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു സംഘടനയാണ് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൽ അംഗമായ ഇന്ത്യക്കാരൻ അത് എം.എൻ. റോയിയാണ്. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൽ അംഗമായ ഇന്ത്യക്കാരൻ എം.എൻ. റോയ്. അപ്പോൾ എന്താ പറഞ്ഞത്? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിൽ അംഗമായ പങ്കെടുത്ത ഇന്ത്യക്കാരൻ എം.എൻ. റോയ്. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരനും എം.എൻ. റോയിയാണ്. രണ്ട് കാര്യങ്ങൾ ഒന്നുകൂടെ പറയട്ടെ. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത ആദ്യത്തെ ഇന്ത്യക്കാരൻ, കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരൻ അതും എം.എൻ. റോയിയാണ്. ഇനി എം.എൻ. റോയിയെക്കുറിച്ച് പറഞ്ഞാൽ, എം.എൻ. റോയി ആരംഭിച്ച പ്രധാനപ്പെട്ട രണ്ട് പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഒന്ന് റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ സ്ഥാപകൻ. റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപകൻ
അപ്പോൾ ഒരു പാർട്ടിയല്ല കേട്ടോ, രണ്ട് പാർട്ടി. ഒന്ന് റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി, മറ്റൊന്ന് മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ പാർട്ടികളുടെ സ്ഥാപകനാണ് എം എൻ റോയ്. ഏതൊക്കെയാ? റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി, മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ പാർട്ടികളുടെ സ്ഥാപകൻ എം എൻ റോയ് ആണ്. അപ്പോൾ എം എൻ റോയ് 1927 ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെ ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന ആവശ്യമാണെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത ആദ്യത്തെ ഇന്ത്യക്കാരൻ, കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരൻ, റാഡിക്കൽ ഡെമോക്രാറ്റ് പാർട്ടിയുടെ സ്ഥാപകൻ, മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകൻ. എന്നെ അടുത്ത് പറയാൻ കഴിയും, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിതാവ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിതാവ്, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിതാവ്, പ്രസ്ഥാനത്തിൻ്റെ പിതാവ്. അപ്പം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മാത്രം പിതാവല്ല അദ്ദേഹം, ജനകീയ ആസൂത്രണത്തിൻ്റെ പിതാവ്, പീപ്പിൾസ് പ്ലാൻ, ജനകീയ ആസൂത്രണം, ജനകീയ ആസൂത്രണത്തിൻ്റെ പിതാവ്. ഓർക്കേണ്ട കാര്യം, രണ്ട് കാര്യങ്ങളിൽ പങ്കെടുത്ത ഇന്ത്യക്കാരനാണ് അംബേദ്കർ. എം എൻ റോയ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത ആദ്യത്തെ ഇന്ത്യക്കാരൻ, കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൽ പങ്കെടുത്ത ആദ്യത്തെ അല്ലെങ്കിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരൻ. രണ്ട് പാർട്ടികൾ രൂപീകരിച്ച വ്യക്തിയാണ് എം എൻ റോയ്. ഒന്ന് റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി, മറ്റൊന്ന് മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. രണ്ട് പ്രസ്ഥാനങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എം എൻ റോയ്. ഒന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എം എൻ റോയ് ആണ്. മറ്റൊന്ന് ജനകീയ ആസൂത്രണത്തിൻ്റെ പിതാവ് എം എൻ റോയ്. ജനകീയ പദ്ധതിയുടെ പിതാവ്, പീപ്പിൾസ് പ്ലാൻ, അതിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അത് എം എൻ റോയ് ആണ്. അപ്പോൾ എം എൻ റോയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ഇനി ഒരു കൃതിയും കൂടെ ഉണ്ട്, ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഇന്ത്യ ഇൻ ട്രാൻസിഷൻ. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ, ഇന്ത്യ പരിവർത്തനത്തിലാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതി. അപ്പോൾ എം എൻ റോയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു വെച്ചെന്നേ ഉള്ളൂ ആ കൂട്ടത്തിൽ. അപ്പം നമ്മുടെ തുടക്കം എങ്ങനെയാണ്? 1945 ജൂൺ മാസം 14 വേവൽ പ്രഭു അവതരിപ്പിച്ച പ്ലാനാണ് വേവൽ പ്ലാൻ. ഈ വേവൽ പ്ലാൻ പ്രകാരം ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന വേണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അപ്പം ചോദ്യം ഏതാണ്? ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന എന്ന നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വെച്ച പ്ലാൻ ഏതെന്ന് ചോദിച്ചാൽ അത് വേവൽ പ്ലാനാണ്. അപ്പോൾ അടുത്ത ചോദ്യം വരും, ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന എന്ന നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരനത് എം എൻ റോയ് ആണ്. 1927 ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെയാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ആ എം എൻ റോയിയെ കുറിച്ച് പറഞ്ഞാൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത ആദ്യത്തെ ഇന്ത്യക്കാരനാണ് എം എൻ റോയ്. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൽ അംഗമായ മെമ്പർഷിപ്പ് കിട്ടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് എം എൻ റോയ്. റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ആരംഭിച്ച വ്യക്തിയാണ് എം എൻ റോയ്. മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടി ആരംഭിച്ച വ്യക്തിയാണ് എം എൻ റോയ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് എം എൻ റോയ് ആണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിതാവ്, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചവൻ എം എൻ റോയ് ആണ്. 1920 കാലഘട്ടത്തിൽ താഷ്കണ്ടിൽ പോയി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തുടക്കമിട്ട് 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭം കുറിക്കുന്ന കാലഘട്ടങ്ങളിൽ ശക്തനായ നേതാവായി എം എൻ റോയ് മാറി. ഇപ്പോൾ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എം എൻ റോയ് ആണ്. ഇന്ത്യയിൽ ജനകീയാസൂത്രണത്തിൻ്റെ പിതാവ് എം എൻ റോയ് ആണ്. എം എൻ റോയിയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് ഇന്ത്യ ഇൻ ട്രാൻസിഷൻ. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന കൃതിയുടെ രചയിതാവ് എം എൻ റോയ് ആണ്. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന കൃതിയുടെ രചയിതാവ് എം എൻ റോയ് ആണ്. ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണം എന്ന ആവശ്യം ഉയർന്നു വന്നു. അപ്പോൾ ഭരണഘടന ഉണ്ടാക്കണമെന്ന നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ എം എൻ റോയ് ആണ്. ചോദ്യം ഏതാണ്? ഭരണഘടന ഉണ്ടാക്കേണ്ടത് ഭരണഘടനാ നിർമ്മാണ സഭ എന്നൊരു സഭയായിരിക്കണം, അല്ലാതെ ബ്രിട്ടീഷുകാരാവാൻ പാടില്ല. ബ്രിട്ടീഷുകാരോ മറ്റേതെങ്കിലും സംഘടനകളോ ആവരുത്. ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ഒരു ജനങ്ങളുടെ ഒരു കൂട്ടായ്മ,
അതിൻ്റെ പേര് ഭരണഘടനാ നിർമ്മാണ സഭ. ആ ഭരണഘടനാ നിർമ്മാണ സഭയായിരിക്കണം ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കേണ്ടത് എന്ന നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വെച്ച പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേര് സ്വരാജ് പാർട്ടി. ആ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സ്വരാജ് പാർട്ടി. അപ്പം മറക്കാതിരിക്കുക, ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആദ്യമായി നിർദ്ദേശിച്ചത് എം.എൻ. റോയിയാണ്. അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ച പ്ലാൻ്റെ പേരാണ് വേവൽ പ്ലാൻ എന്ന് പറയുന്നത്. 45-ലെ പ്ലാൻ പറഞ്ഞല്ലോ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണം, ഭരണഘടന ഉണ്ടാക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന് ആദ്യമായി നിർദ്ദേശം മുന്നോട്ട് വെച്ച പാർട്ടിയുടെ പേരാണ് സ്വരാജ് പാർട്ടി. നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും കോൺഗ്രസ് പാർട്ടി ആയിരിക്കില്ല എന്നൊക്കെ നമുക്ക് തോന്നും. കോൺഗ്രസ് പാർട്ടി ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് 35-ലാണ്. സ്വരാജ് പാർട്ടി 36 ആയപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞു പോയ ഒരു പാർട്ടിയാണ്. പക്ഷേ സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നത് 1923-ലാണ്. 1923 രൂപീകരിക്കപ്പെട്ട സ്വരാജ് പാർട്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. ആ സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റ് CR ദാസാണ്. CR ദാസാണ് ഇതിൻ്റെ സ്ഥാപക പ്രസിഡന്റ്. മോത്തിലാൽ നെഹ്റുവാണ് അതിൻ്റെ സെക്രട്ടറി. മോത്തിലാൽ നെഹ്റു. അപ്പം മോത്തിലാൽ നെഹ്റുവും CR ദാസും കൂടെ ആരംഭിച്ച 1923 ആരംഭിച്ച പൊളിറ്റിക്കൽ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഈ സ്വരാജ് പാർട്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. മാറിപ്പോയത് 23-ൽ CR ദാസ് പ്രസിഡൻ്റായി, മോത്തിലാൽ നെഹ്റു സെക്രട്ടറിയായി സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെട്ടു. ആ പോയിന്റ് കൃത്യമായി ഓർത്ത് വെക്കണം. കാരണം 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പഠിക്കാനുള്ള കാര്യമാണ് ഇത്. അതുകൊണ്ട് അറിയണം, 1923-ലാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെട്ടത്. CR ദാസാണ് അതിൻ്റെ സ്ഥാപക പ്രസിഡന്റ്, മോത്തിലാൽ നെഹ്റുവാണ് സ്ഥാപക സെക്രട്ടറി. അപ്പം നമ്മുടെ ചോദ്യം എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടി സ്വരാജ് പാർട്ടി. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. മാറിപ്പോരുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് ഏത് പാർട്ടി? സ്വരാജ് പാർട്ടി. ഇനി കോൺഗ്രസിൻ്റെ ചരിത്രം കൂടെ നോക്കണം. കോൺഗ്രസ് പാർട്ടി ഇത് ആവശ്യപ്പെട്ടു. എപ്പോഴാണ് കോൺഗ്രസ് പാർട്ടി ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്? 1935. 1935 അന്ന് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദാണ്. 1935 രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിട്ടുള്ള കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുന്നു. എവിടെ വെച്ചാണ് അന്ന് കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുന്നത്? മുംബൈയിൽ വെച്ചാണ്. 1935 മുംബൈയിൽ വെച്ച് കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിൽ വെച്ച് അന്ന് അധ്യക്ഷനായിരിക്കുന്നത് രാജേന്ദ്ര പ്രസാദ്. മുംബൈയിൽ വെച്ച് കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുമ്പോഴാണ് ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണം എന്ന നിർദ്ദേശം കോൺഗ്രസ് പാർട്ടിയിലോട്ട് മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണം അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ആശയം മുന്നോട്ട് വയ്ക്കപ്പെടുന്നത് 1935 രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായ മുംബൈ സമ്മേളനത്തിൽ വെച്ചാണ്. പക്ഷേ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് 1937-ലാണ്. 1937 അന്ന് സമ്മേളനം നടക്കുന്നതും ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ തന്നെയാണ്. മഹാരാഷ്ട്രയിലെ ഫൈസ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്, ആ മഹാരാഷ്ട്രയിലെ ഫൈസ്പൂർ സമ്മേളനത്തിൽ വെച്ചാണ് ഇത് ഔദ്യോഗികമായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണം എന്ന പ്രഖ്യാപനം ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ആ 37-ൽ അധ്യക്ഷനായിരുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ ഈ കാര്യമൊന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടി സ്വരാജ് പാർട്ടിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കുന്നത് 1935-ലാണ്. അത് ബോംബെ സമ്മേളനത്തിൽ വെച്ചാണ്. അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദാണ്. ഔപചാരികമായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന് കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ച സമ്മേളനം നടക്കുന്നത് ഫൈസ്പൂർ സമ്മേളനമാണ്. അന്ന് അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ്. 1937 ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ ഫൈസ്പൂർ സമ്മേളനത്തിൽ വെച്ചാണ് ഇങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന നിർദ്ദേശം ഔദ്യോഗികമായി കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിക്കുന്നത് 1937-ലാണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട
അടുത്ത പ്രധാനപ്പെട്ട ഡേറ്റ് എന്ന് പറയുന്നത് 1946 1946 മാർച്ച് മാസം 24-ാം തീയതി. അന്ന് ക്യാബിനറ്റ് മിഷൻ എന്നൊരു മിഷൻ ഇന്ത്യയിൽ വന്നു. എന്താണ് ഈ ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ? 1946 കാലഘട്ടം സ്വാതന്ത്ര്യ സമരം അതിൻ്റെ ഏറ്റവും തീവ്രമായ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന കാലഘട്ടം. ഇന്ത്യയിലെ ദേശീയ നേതാക്കന്മാർ, സമരം നടത്തുന്ന ആളുകൾ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആളുകളെല്ലാം ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന വേണം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് മറുപടി കൂട്ടുന്ന കാലഘട്ടം. അന്ന് ഇന്ത്യയിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയുടെ പേരാണ് വേവൽ പ്രഭു. അങ്ങനെ ഈ വേവൽ പ്രഭു ഇന്ത്യയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 1946 മാർച്ച് മാസം 24-ാം തീയതി ഇന്ത്യയിലേക്ക് ക്യാബിനറ്റ് മിഷൻ വന്നു. എന്തായിരിക്കാം അതിൻ്റെ കാരണം? ഇത്തരത്തിൽ ഈ സമരമൊക്കെ കൂടിക്കൂടി വന്നപ്പോൾ വേവൽ പ്രഭുവിൻ്റെ നിർദ്ദേശം വച്ചു, ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് ഭരണഘടന കൊടുക്കാതെ അവർ മര്യാദയ്ക്കിരിക്കില്ല, അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ആരെങ്കിലും ഇങ്ങോട്ട് വിട്ടയക്കണം. അങ്ങനെ അന്ന് ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിയായിരുന്നത് ക്ലമന്റ് ആറ്റ്ലി. ആ ക്ലമന്റ് ആറ്റ്ലി എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഭരണഘടന നൽകുന്നതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ തൻ്റെ ക്യാബിനറ്റിനകത്തുള്ള 3 അംഗങ്ങളെ ഇന്ത്യയിലോട്ട് അയച്ചു. അതുകൊണ്ടാണ് ഈ മിഷന് പേര് വന്നത് ക്യാബിനറ്റ് മിഷൻ. ആരാണ് ഈ ക്യാബിനറ്റ് മിഷനിലെ 3 അംഗങ്ങൾ? അത് കൃത്യമായി അറിഞ്ഞു വെക്കണം. ഒന്ന് സർ പെത്വിക് ലോറൻസ്. 2 AV അലക്സാണ്ടർ. 3 സ്റ്റഫോർഡ് ക്രിപ്സ്. അപ്പൊ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെ? സർ പെത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ, സ്റ്റഫോർഡ് ക്രിപ്സ്. ചോദിച്ചിട്ടുണ്ട്. ചുവടെ തന്നിട്ടുള്ളതിൽ ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാത്ത വ്യക്തി ആര്? അംഗങ്ങളുടെ പേരറിഞ്ഞാലല്ലേ അംഗമല്ലാത്ത വ്യക്തി അറിയാൻ പറ്റൂ. അംഗങ്ങൾ ആരൊക്കെ? സർ പെത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ, സ്റ്റഫോർഡ് ക്രിപ്സ്. ക്യാബിനറ്റ് മിഷന്റെ അധ്യക്ഷനാര്? സർ പെത്വിക് ലോറൻസ്. അപ്പൊ ആരൊക്കെ അംഗങ്ങൾ? സർ പെത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ, സ്റ്റഫോർഡ് ക്രിപ്സ്. അപ്പൊ എന്താണ് ഈ ക്യാബിനറ്റ് മിഷന് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടുള്ള പ്രസക്തി എന്ന് ചോദിച്ചാൽ, ഈ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മളിതിവിടെ പഠിക്കുന്നത്. 1946 മാർച്ച് മാസം 24-ാം തീയതി ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നു. അപ്പൊ ചില പുസ്തകങ്ങളിൽ പറയുന്നു മാർച്ച് 23-ന് വന്നെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അവർ വന്നത് മാർച്ച് 23-നാണ്. എവിടെ വന്നത്? ലാഹോറിലാണ് വന്നത്. മാർച്ച് 24-നാണ് ഡൽഹിയിൽ വന്നത്. അതുകൊണ്ട് ഡൽഹിയിൽ വന്ന ഡേറ്റാണ് അവർ ഇന്ത്യയിലെത്തിയ ഡേറ്റ് ആയിട്ട് പറയുന്നത്. അങ്ങനെ 1946 മാർച്ച് 24-ന് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നു. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളുടെ എണ്ണം 3. അധ്യക്ഷന്റെ പേര് സർ പെത്വിക് ലോറൻസ്. മറ്റംഗങ്ങൾ AV അലക്സാണ്ടർ, സ്റ്റഫോർഡ് ക്രിപ്സ്. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ക്ലമന്റ് ആറ്റ്ലി തന്നെ. ക്ലമന്റ് ആറ്റ്ലിയുടെ പാർട്ടിയുടെ പേരാണ് ലേബർ പാർട്ടി. അതറിഞ്ഞു വെക്കണ കാര്യം എന്താ? ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലിയാ. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടൻ ഭരിച്ച പാർട്ടി ഏത്? ലേബർ പാർട്ടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടൻ ഭരിച്ച പാർട്ടിയുടെ പേരാണ് ലേബർ പാർട്ടി. അപ്പോൾ ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്ന് പഠനം നടത്തി 1946 മെയ് മാസം 16-ാം തീയതി ക്യാബിനറ്റ് മിഷൻ അവിടെ റിപ്പോർട്ട് സമർപ്പിച്ചു. ക്യാബിനറ്റ് മിഷൻ അവിടെ പ്ലാൻ സമർപ്പിച്ചു. അപ്പൊ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ സമർപ്പിച്ചതെന്ന് 1946 മെയ് 16. ക്യാബിനറ്റ് മിഷന്റെ പ്ലാൻ അവതരിപ്പിക്കപ്പെട്ടത് 1946 മെയ് പ്ലാൻ. വേവൽ പ്ലാൻ എന്നാണ്? വേവൽ പ്ലാൻ 45 ജൂൺ 14 45 ജൂൺ 14 നമ്മൾ തുടങ്ങിയത് അവിടെയാണ്. ഇത് 46 മെയ് 16 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അവതരിപ്പിച്ചു.
ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടു. ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് വിപുലമായ തീയതികളുണ്ട്, അതെല്ലാം നമ്മൾ അറിയേണ്ടതുണ്ട്. ആദ്യം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു വട്ടം കൂടി പറയട്ടെ. ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇന്ന് ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞു. 1945 ജൂൺ മാസം 14-ാം തീയതി അന്ന് വേവൽ പ്ലാൻ അവതരിപ്പിക്കപ്പെട്ടു. എന്താണ് വേവൽ പ്ലാൻ? ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വെച്ച പ്ലാനാണ് വേവൽ പ്ലാൻ. 1945 ജൂൺ 14. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ അത് വേവൽ പ്രഭു അല്ല, അത് എം.എൻ. റോയി ആണ്. 1927 ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെയാണ് അദ്ദേഹം ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ആ എം.എൻ. റോയിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസിൽ പങ്കെടുത്ത ആദ്യത്തെ ഇന്ത്യക്കാരൻ, കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരൻ. അടുത്തെന്താ പറഞ്ഞ അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടി ഏതാ? റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപകൻ. ഏത് പാർട്ടി? റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപകൻ. മറ്റൊരു പാർട്ടി മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകൻ. മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകൻ. അടുത്ത ഇദ്ദേഹം രണ്ട് പ്രസ്ഥാനങ്ങളുടെ പിതാവാണ്. ഒന്ന്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പിതാവ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പിതാവ് ആര്? എം.എൻ. റോയ്. EMSന്റെയും AKGയുടെയും പേരൊക്കെ കണ്ടാൽ ചിലപ്പോൾ നമ്മൾ എം.എൻ. റോയിയെ മറന്നുപോകും. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പിതാവിന്റെ പേര് എം.എൻ. റോയി ആണ്, മറന്നുപോകരുത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം.എൻ. റോയ്. ജനകീയാസൂത്രണത്തിന്റെ പിതാവ്, പീപ്പിൾസ് പ്ലാൻ, ജനകീയ പദ്ധതി, പീപ്പിൾസ് പ്ലാനിന്റെ പിതാവ്, ജനകീയാസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം.എൻ. റോയി ആണ്. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന കൃതിയുടെ രചയിതാവ് എം.എൻ. റോയി ആണ്. എം.എൻ. റോയിയെ കുറിച്ച് പറഞ്ഞത് എന്താ? 1927 ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെ ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. അടുത്തെന്താ പറഞ്ഞ? റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപകൻ, മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകൻ. അടുത്ത ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പിതാവ്, ജനകീയാസൂത്രണത്തിന്റെ പിതാവ്, ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന കൃതിയുടെ രചയിതാവ്. അത് കഴിഞ്ഞ് പറഞ്ഞു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി ഏത്? നമ്മൾ കോൺഗ്രസ് പാർട്ടി എന്ന് കണ്ണു ഉറച്ച് പറയും, മറക്കല്ലേ, സ്വരാജ് പാർട്ടി. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി അത് സ്വരാജ് പാർട്ടിയാണ്. സ്വരാജ് പാർട്ടിയുടെ ചരിത്രത്തിലേക്ക് പോയാൽ 1923 CR ദാസ് പ്രസിഡന്റായി, മോത്തിലാൽ നെഹ്റു സെക്രട്ടറി ആയിട്ടാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. ചരിത്രം മറക്കല്ലേ. ഈ സ്വരാജ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർ ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ്. 1923 CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് രൂപീകരിച്ച പാർട്ടി. 36 ഈ പാർട്ടി വീണ്ടും കോൺഗ്രസ് പാർട്ടിയിലോട്ട് തന്നെ പോയി, അതിൽ ചെന്ന് ലയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 23 CR ദാസ് പ്രസിഡന്റായി, മോത്തിലാൽ നെഹ്റു സെക്രട്ടറിയായി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി ആരംഭിച്ച വർഷം 1923. സ്വരാജ് പാർട്ടി ആരംഭിച്ച വർഷം 1923. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റ് CR ദാസ്. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റ് CR ദാസ്. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. അങ്ങനെ സ്വരാജ് പാർട്ടിയുടെ കാര്യം പറഞ്ഞു. ഇനി അത് കഴിഞ്ഞെത്തുന്നു 1946 മാർച്ച് 24. 1946 മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തി. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളുടെ എണ്ണം 3. അധ്യക്ഷന്റെ പേര് സർ പെത്വിക് ലോറൻസ്. ക്യാബിനറ്റ് മിഷന്റെ അധ്യക്ഷൻ, ക്യാബിനറ്റ് മിഷന്റെ ചെയർമാന്റെ പേര് സർ പെത്വിക് ലോറൻസ്. ക്യാബിനറ്റ് മിഷനിലെ മറ്റംഗങ്ങൾ AV അലക്സാണ്ടർ, സ്റ്റഫോർഡ് ക്രിപ്സ്. അവിടെ തെറ്റിദ്ധാരണയ്ക്ക് സാധ്യതയുണ്ട്. ചോദ്യം മറക്കല്ലേ, ചുവടെ തന്നിട്ടുള്ളതിൽ ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തി ആര്? അംഗങ്ങൾ 3 പേർ, സർ പെത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ, സ്റ്റഫോർഡ് ക്രിപ്സ്. സർ പെത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ, സ്റ്റഫോർഡ് ക്രിപ്സ്. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി. ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യയുടെ അനുഭാവമുണ്ടായിരുന്ന പ്രധാനമന്ത്രി.
ഇന്ത്യയുടെ അനുഭാവമുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ലേബർ പാർട്ടി. ആ ലേബർ പാർട്ടിയുടെ തലവനാണ് ക്ലെമന്റ് ആറ്റ്ലി. അപ്പോൾ ക്ലെമന്റ് ആറ്റ്ലിയുടെ പാർട്ടി ലേബർ പാർട്ടി. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അവതരിപ്പിച്ചത് 1946 മെയ് 16. മാറിപ്പോവല്ലേ? ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് 46 മാർച്ച് 24. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അവതരിപ്പിച്ചത് മെയ് 16, 46 മെയ് 16, 46 മാർച്ച് 24, മെയ് 16. മാർച്ച് 24 എത്തി, മെയ് 16 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അവതരിപ്പിച്ചു. അങ്ങനെ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടു. അപ്പൊ ചോദ്യം ഇതാണ്, ആരുടെ ശുപാർശ പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്? ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം. മറക്കല്ലേ, ആരുടെ ശുപാർശ പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്? ഓപ്ഷൻ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ക്യാബിനറ്റ് മിഷൻ, ക്രിസ് മിഷൻ. നമ്മൾ മഹാത്മാഗാന്ധിയുടെ പേരൊക്കെ എഴുതും. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത് ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരമാണ്. അങ്ങനെ ക്യാബിനറ്റ് മിഷൻ രൂപീകരിക്കപ്പെടുന്നു. ആ ക്യാബിനറ്റ് മിഷനാണ് അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെടുന്നു 46 ഡിസംബർ മാസം 6-ാം തീയതി. 1946 ഡിസംബർ 6-ന് രൂപീകരിക്കപ്പെട്ട ആ ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ നിർദ്ദേശം സമർപ്പിച്ച പ്ലാൻ ഏതെന്ന് ചോദിച്ചാൽ അത് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ആണെന്നും നമ്മൾ അറിയുക. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ 1946 ഡിസംബർ 6-നാണ് രൂപീകരിക്കപ്പെടുന്നത്. 1946 ഡിസംബർ 6. അതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് കിടക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ നോട്ട് എഴുതുന്ന സമയത്ത് ഈ പറയുന്ന ഫ്ലോയിൽ എഴുതരുത്. ഇതിൻ്റെ ഇടയിലൊക്കെ കുറേയധികം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. ആ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി വേണം നമ്മൾ എഴുതി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടു. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടു. നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടതെന്ന് 1946 ഡിസംബർ 6. 1946 ഡിസംബർ 6-ന് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടു. ഡിസംബർ 6-ന് തലകുത്തനെ ഇടുമ്പോൾ ഡിസംബർ 9, 6-ന് ഡിസംബർ 6, അതിനെ തലകുത്തനെ ഇടുമ്പോൾ ഡിസംബർ 9. ഡിസംബർ 9-ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നു ഡിസംബർ 9-ന്. 1946 ഡിസംബർ 9. 2 ദിവസമായപ്പോൾ 1946 ഡിസംബർ 11-ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുക്കുന്നു. 2 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ 1946 ഡിസംബർ 13-ന് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. 1946 ഡിസംബർ 13-ന് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. 1946 ഡിസംബർ 23-ന് ആദ്യ സമ്മേളനം അവസാനിച്ചു. മാറിപ്പോവല്ലേ, ഒരു വട്ടം കൂടി പറയാം. 1946 ഡിസംബർ 6-ന് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നു. 6 തലകുത്തനെ ഇടുമ്പോൾ 9 ഡിസംബർ 9-ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസംബർ 11-ന് രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുക്കുന്നു. 2 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഡിസംബർ 13-ന് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നു. 10 ദിവസമായപ്പോൾ ഡിസംബർ 23-ന് ആദ്യത്തെ സമ്മേളനം അവസാനിക്കുന്നു. ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കാം. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടു. 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ഡൽഹിയിലെ സെൻട്രൽ ഹാളിൽ വച്ച്, ക്യാബിനറ്റ് ഹാൾ എന്നൊക്കെ നമ്മൾ പറയും, ഡൽഹിയിലെ സെൻട്രൽ ഹാളിൽ വച്ച്
പകൽ 11 മണിക്ക് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ താൽക്കാലിക അധ്യക്ഷതയിൽ നടത്തപ്പെട്ടു. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ താൽക്കാലിക അധ്യക്ഷതയിൽ നടത്തപ്പെട്ടു എന്നാണ് 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ഡൽഹിയിലെ സെൻട്രൽ ഹാളിൽ വെച്ച് പകൽ 11 മണിക്ക് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ താൽക്കാലിക അധ്യക്ഷതയിൽ നടത്തപ്പെട്ടു. അപ്പോൾ നമ്മൾ ഓർക്കുക, ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാണ് സച്ചിദാനന്ദ സിൻഹ. 2 ദിവസമാണ് അദ്ദേഹം അധ്യക്ഷനായിരുന്നത്. അത് 9-ാം തീയതിയും 10-ാം തീയതിയുമാണ്. 11-ാം തീയതിയിൽ സ്ഥിര അധ്യക്ഷൻ വരുന്നു. സ്ഥിര അധ്യക്ഷൻ അത് രാജേന്ദ്ര പ്രസാദാണ്. മാറിപ്പോലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കാരണം ഇദ്ദേഹം 2 ദിവസമാണ് അധ്യക്ഷനായിരുന്നത് എന്ന കാര്യം ഓർക്കാൻ്റെ സാഹചര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആളുകളെല്ലാം ഒരുമിച്ച് കൂടി വന്നിരിക്കുകയാണ്. അങ്ങനെ കൂടിയിരിക്കുമ്പോൾ സഭയിലെ ഏറ്റവും മുതിർന്ന അംഗമാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ആ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലികമായി അധ്യക്ഷനായി ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. സ്ഥിരമായ അധ്യക്ഷനായി പിന്നീട് രാജേന്ദ്ര പ്രസാദിനെ കൊണ്ടുവരികയും ചെയ്യുന്നു. അത് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് കൊണ്ടുവരുന്നത്. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എൻ്റെ ചോദ്യം ഇതാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? അന്ന് ഭരണഘടനാ നിർമ്മാണ സഭ നമുക്കറിയാലോ, അന്നത്തെ നമ്മുടെ അന്നത്തെ ഇന്ത്യ രാജ്യം ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഇന്ത്യ രാജ്യത്തെ വരയ്ക്കുമ്പോൾ എവിടെയെങ്കിലും കുറ്റവും കുറവൊക്കെ വരുന്നുണ്ടെങ്കിൽ രാജ്യസ്നേഹികൾ ദയവായി പൊറുക്കുക. എൻ്റെ ഇന്ത്യ ഏതാണ്ട് ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ ഈ ഇന്ത്യ രാജ്യം, എൻ്റെ ഇന്ത്യ, ഇത് ഇന്നത്തെ ഇന്ത്യ. പഴയ കാലത്തെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ബംഗ്ലാദേശും ഇന്നത്തെ പാകിസ്ഥാനും ഒക്കെ ചേരുന്ന ഇന്ത്യ. അങ്ങനെ ഈ ഭരണഘടന ഉണ്ടാക്കാനായി സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അവിഭക്ത ഇന്ത്യ, വിഭജിക്കപ്പെടാത്ത ഇന്ത്യക്ക് വേണ്ടി ഭരണഘടന ഉണ്ടാക്കാൻ അന്ന് എത്ര പേരുണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ? 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുമ്പോൾ അവിടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം, ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ 389. മാറിപ്പോയില്ലേ? ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 389. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രധാനമായി 2 തരത്തിലുള്ള ആളുകളാണ് ഉള്ളത്. അന്ന് ഈ ഇന്ത്യ രാജ്യത്ത് ഒട്ടനവധി നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് 560-ലധികം നാട്ടുരാജ്യങ്ങൾ ആ കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്നു. 560ഓളം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട്. ആ നാട്ടുരാജ്യങ്ങളിൽ നിന്നും പിന്നെ ഇന്ത്യയിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്ന മറ്റൊരാളാണ് ബ്രിട്ടീഷുകാർ. അപ്പോൾ ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയ സ്ഥലത്ത് ബ്രിട്ടീഷ് ഗവർണർമാരും ചീഫ് കമ്മീഷണർമാരുമാണ് ഭരണം നടത്തിയത്. അപ്പോൾ അവിടെ ചോദ്യം ഇതാണ്, 389 ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 389. ആ 389-ൽ 3 തരത്തിലുള്ള ആളുകളാണുള്ളത്. ഒന്ന് ബ്രിട്ടീഷ് ഗവർണർമാർ, മറ്റൊന്ന് ചീഫ് കമ്മീഷണർമാർ. അപ്പോൾ ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയ സ്ഥലങ്ങളിൽ ഒന്നുകിൽ ബ്രിട്ടീഷ് ഗവർണറോ അല്ലെങ്കിൽ ചീഫ് കമ്മീഷണറോ ആണോ ഉണ്ടായിരുന്നത്. ഇവരല്ലാതെ ഉണ്ടായിരുന്ന നാട്ടുരാജ്യം, പ്രിൻസിലി സ്റ്റേറ്റ് എന്ന് പറയും. പ്രിൻസിലി സ്റ്റേറ്റിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം ആകെ 389 ഇതിൽ ബ്രിട്ടീഷ് ഗവർണർമാരുടെ സ്ഥലത്ത് നിന്ന് എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യയിൽ നിന്ന് എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? ഇതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ അംഗങ്ങളുടെ എണ്ണം 389. 389. ആ 389-ൽ ബ്രിട്ടീഷ് ഗവർണർമാർ ഭരണം നടത്തിയ സ്ഥലത്തിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 93. ബ്രിട്ടീഷ് ഗവർണർമാർ ഭരണം നടത്തിയ സ്ഥലങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 93. സോറി തെറ്റിപ്പോയി.
ബ്രിട്ടീഷ് ഗവർണർമാർ ഭരണം നടത്തിയ സ്ഥലങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 292. ബ്രിട്ടീഷ് ഗവർണർമാർ ഭരണം നടത്തിയ സ്ഥലങ്ങളിലെ അംഗങ്ങളുടെ എണ്ണം 292 ആണ്. ഈ ചീഫ് കമ്മീഷണർമാരുടെ പ്രദേശങ്ങളിൽ നിന്ന് 4 പേര്, ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യയിൽ നിന്ന് 4 പേര്, നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 93. അപ്പോൾ എങ്ങനെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 389. ആ 389 തന്നെ നാട്ടുരാജ്യങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ പ്രധാനമായും 3 പ്രദേശങ്ങളുണ്ടായിരുന്നല്ലോ. ഇതുപോലെ ഇന്ത്യയിൽ ഏതാണ്ട് 565ഓളം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ആ നാട്ടുരാജ്യങ്ങളിൽ ഭരണം നടത്തിയത് ആരാണ്? നാട്ടുരാജാക്കന്മാരാണ്, പ്രിൻസിലി സ്റ്റേറ്റ് ആണ്. നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 93 ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സ്ഥലത്ത് ഒന്നുകിൽ ബ്രിട്ടീഷ് ഗവർണർമാരോ അല്ലെങ്കിൽ ചീഫ് കമ്മീഷണർമാരോ ആണ് ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഗവർണർമാരുടെ പ്രവിശ്യയിൽ നിന്ന് 292 പേര്, ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യയിൽ നിന്ന് 4 പേര്. അങ്ങനെ മൊത്തത്തിൽ എത്ര പേര്? 389 പേര്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 389. ബ്രിട്ടീഷ് ഗവർണർമാരുടെ പ്രവിശ്യയിൽ നിന്ന് 292. മറക്കണ്ട, ബ്രിട്ടീഷ് ഗവർണർമാരുടെ പ്രവിശ്യയിൽ നിന്ന് 290. ഞാൻ ഗവർണർ എന്ന് വിചാരിച്ചു, 9 എന്ന് വിചാരിച്ചു വെച്ചോ. ഞാൻ 9 ആണ്. 292. ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യയിൽ നിന്ന് 4, നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93. അങ്ങനെ ആകെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 389. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണമാണ്, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇവരൊക്കെ അങ്ങ് പോയല്ലോ. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 299. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 389. അതിൽ ബ്രിട്ടീഷ് ഗവർണർമാരുടെ പ്രവിശ്യയിൽ നിന്ന് 292, ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യയിൽ നിന്ന് 4, നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93. സ്വതന്ത്ര ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 299. ആ 299-ൽ ആദ്യത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഗവർണർമാരുടെ പ്രവിശ്യയിൽ നിന്ന് എത്ര പേര്? നമ്മൾ പറഞ്ഞല്ലോ 292 ഭരണഘടനാ നിർമ്മാണ സഭയിലെ ബ്രിട്ടീഷ് ഗവർണർമാരുടെ പ്രവിശ്യയിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞു. സ്വതന്ത്രാനന്തരം ഇതിനെ കൊണ്ട് നേരെ ഇവിടെ ആക്കുക. അപ്പോൾ എത്രയാ? 229. 229 മാറും. 229 ബ്രിട്ടീഷ് ഗവർണർമാരുടെ പ്രവിശ്യയിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം സ്വതന്ത്രാനന്തരം 229. ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യയിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല. ബാക്കി എത്ര വരുന്നത്? 229 ആണെങ്കിൽ 299 ബാക്കി എത്ര? 70, 80, 90. അപ്പോൾ 70 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു. ഒരു വട്ടം കൂടി കാര്യം പറയട്ടെ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 389. ആ 389 3 പ്രവിശ്യകളിൽ നിന്നുള്ള ആളുകളാണ്. ബ്രിട്ടീഷ് ഗവർണർമാരുടെ പ്രവിശ്യ, ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യ, നാട്ടുരാജ്യങ്ങൾ. ബ്രിട്ടീഷ് ഗവർണർമാരുടെ പ്രവിശ്യയിൽ നിന്ന് 292 പേരും, ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യയിൽ നിന്ന് 4 പേരും, നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93 പേരും ഉണ്ടായിരുന്നു. സ്വതന്ത്രാനന്തരം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 299. അതിൽ തന്നെ ബ്രിട്ടീഷ് ഗവർണർമാരുടെ പ്രവിശ്യയിൽ നിന്ന് 229 പേരും, നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 70 പേരുമാണ് ഉള്ളത്. ഇനി ഒരു ചോദ്യം എങ്ങനെ വരാം? ഭരണഘടനാ നിർമ്മാണ സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം എത്ര? ഭരണഘടനാ നിർമ്മാണ സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഈ അംഗങ്ങളാണ്. അതായത് ബ്രിട്ടീഷ് ഗവർണർമാരുടെയും ചീഫ് കമ്മീഷണർമാരുടെയും പ്രവിശ്യയിൽ നിന്നുള്ള ആളുകളെ തെരഞ്ഞെടുത്താണ് വിട്ടത്. അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 296. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 296. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 296. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം എത്ര? ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ അംഗങ്ങളുടെ എണ്ണം 389. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം ഓർത്തു വെച്ചോ. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് ഒരെല്ല് കൂടുതലാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് ഒരെല്ല് കൂടുതലാണെന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ആകെ എല്ലിൻ്റെ എണ്ണം എത്ര? അസ്ഥിയുടെ എണ്ണം എത്ര? 206. അപ്പോൾ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് ഒരെല്ല് കൂടുതലാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം 207. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ
പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം എത്ര? 207. പ്രിയപ്പെട്ടവരെ, ഈ സംഖ്യകൾ മാറിപ്പോരുത്, മറന്നുപോരുത്. ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 389. അതിൽ തന്നെ ഓരോ പ്രദേശത്തുള്ള അംഗങ്ങളുടെ എണ്ണം ഡിവൈഡ് ചെയ്ത് പറയുന്നു. ബ്രിട്ടീഷ് ഗവർണർമാരുടെ പ്രവിശ്യയിൽ നിന്ന് 292 പേര്, ചീഫ് കമ്മീഷണർമാരുണ്ടായിരുന്നു, അവരുടെ പ്രവിശ്യയിൽ നിന്ന് 4 പേര്, നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു, അവിടെ നിന്ന് 93 പേര്. ഇതിൽ തന്നെ ബ്രിട്ടീഷ് ഗവർണർമാരുടെയും ചീഫ് കമ്മീഷണർമാരുടെയും പ്രവിശ്യയിൽ നിന്ന് ആളുകളെ തെരഞ്ഞെടുത്താണ് വിട്ടത്. ഇവിടുന്ന് സെലക്ട് ചെയ്ത വിട്ടത്, ഇവിടുന്ന് എലക്ട് ചെയ്ത വിട്ടത്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 296. സ്വതന്ത്ര അനന്തരം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 299. അതിൽ തന്നെ ബ്രിട്ടീഷ് ഗവർണർമാരുടെ പ്രവിശ്യയിൽ നിന്ന് 229 പേരും നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 70 പേരുമാണ് ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിലെ അംഗങ്ങളുടെ എണ്ണം 207. ആദ്യ സമ്മേളനത്തിലെ അംഗങ്ങളുടെ എണ്ണം 207. അപ്പം ഈ കണക്കുകൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അടുത്ത ഭാഗത്ത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണവുമായി ബന്ധപ്പെട്ടും ആ അംഗങ്ങളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ഈ ക്ലാസ് വീക്ഷിച്ച എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.